സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടോവിനോയെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗോദ. കുഞ്ഞിരാമായണമായിരുന്നു ബേസിൽ ജോസഫിൻ്റെ ആദ്യ ചിത്രം. എന്നാൽ ആദ്യ ചിത്രത്തിൽ നിന്നും വിപരീതമായി അല്പം വലിയ ക്യാൻവാസിലാണ് ബേസിൽ ജോസഫ് ഗോദ ഒരുക്കിയിരിക്കുന്നത്. അതിഥി സിംഗ്, ആഞ്ജനേയദാസ്, ക്യാപ്റ്റൻ തുടങ്ങി 3 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഗോദയുടെ കഥ. വമിക ഗബ്ബി, ടോവിനോ തോമസ്, രഞ്ജി പണിക്കർ എന്നിവരാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിഥി സിംഗ് എന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങളുടെ കഥയാണ് ഗോദ. ഒരു കല്യാണം കഴിച്ച് ഒരു ശരാശരി വീട്ടമ്മയായി വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ അവൾ ആഗ്രഹിച്ചില്ല. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാനായി ക്യാപ്റ്റൻ എന്നൊരാൾ മുന്നോട്ട് വരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ആഞ്ജനേയദാസൻ എന്ന കഥാപാത്രമായി ചിത്രത്തിൽ ടോവിനോയും എത്തിയിരിക്കുന്നു. ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന യുവാവായും ഒരു ഗുസ്തിക്കാരനായും 2 തലത്തിലുള്ള കഥാപാത്രത്തെ ടോവിനോ അവതരിപ്പിച്ചിരിക്കുന്നു. ടോവിനോയുടെ ഒപ്പമോ അല്ലെങ്കിൽ അതിനും അപ്പുറമോ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് നായികയുടേത്. അതുകൊണ്ട് തന്നെ നായകനെ ചുറ്റി കഥ പറയുന്ന ഒരു ചിത്രമല്ല ഗോദ. പക്ഷേ ടോവിനോ എന്ന നടൻ്റെ മികച്ച പ്രകടനം ഗോദയിൽ കാണാൻ സാധിക്കും. ചിത്രത്തിനു വേണ്ടി കായികപരമായി ടോവിനോ നടത്തിയ തയ്യാറെടുപ്പുകളും അഭിനന്ദനം അർഹിക്കുന്നു. വമിക ഗബ്ബിയും രഞ്ജി പണിക്കരും ശരിക്കും വിസ്മയിപ്പിച്ചു. ഗുസ്തി പശ്ചാത്തലമാകുന്നതിനാൽ ചിത്രത്തെ ആമീറിൻ്റെ ദംഗലുമായി താരതമ്യം ചെയ്യുക എന്നത് സ്വാഭാവികം. പക്ഷേ ഗുസ്തി ഒഴിച്ചു നിർത്തിയാൽ ഗോദയ്ക്ക് ദംഗലുമായി യാതൊരു സാമ്യവും ഇല്ല. ഗുസ്തിയും നർമ്മവും സെൻറ്റിമെൻറ്റ്സും എല്ലാം ചേർന്ന മികച്ച ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഗോദ. ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ ബേസിൽ ജോസഫ്. അവധിക്കാലത്ത് ഫാമിലിയുമായി ആസ്വദിച്ച് കാണാവുന്ന മികച്ച ഒരു എൻ്റർടൈനർ തന്നെയാണ് ടോവിനോയുടെ ഗോദ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.